അല്ല, ഞങ്ങൾക്ക് ആരൊരു അങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ പറയക്കൂടി അതാണ്. മറ്റോ സോഷ്യൽ മീഡിയയിലുള്ള ഒരു പോസ്റ്റിൽ ചില കാര്യങ്ങൾ പറയരുതുണ്ട് ഞാൻ വിവരം കിട്ടിയിട്ടുള്ളത്. അത് നോക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇതുവരെയുള്ള അന്വേഷണത്തിൽ അങ്ങനെ ഒരു പ്രത്യേക ലീഡ് കൊണ്ട് വന്നിട്ടില്ല. അങ്ങനെ വന്നെങ്കിൽ അത് പെർസ്യൂ ചെയ്തിട്ട് അവസാനം വരെ പോവാം. അല്ല, ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള പരാതി അത് മാത്രമേ ഉള്ളൂ. മറ്റേ ഇത് ബാക്കി ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇൻഡെപ്ത് ആയിട്ട് പോകാൻ നമുക്കൊരു SIT ഒരു IPS ഓഫീസറുടെ നേതൃത്വത്തിൽ കൊടുത്തിട്ടുണ്ട്. അവർക്കൊരു വലിയ ടീമും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇതുവരെ നമുക്ക് ശ്രദ്ധയിൽ വന്നിട്ടില്ല. വന്നെങ്കിൽ ആ ഭാഗങ്ങൾ നോക്കാം കൃത്യമായിട്ട്. അല്ല, ഇതുവരെ നമുക്ക് വേറെ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് നമുക്ക് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചേർക്കാം. മുഖ്യപ്രതി സിന്ധുവിന്റെ മകൾക്ക് ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുണ്ട്. അപ്പൊ അതിന്റെ മറവിലാണ് ഇതൊക്കെ നടന്നതെന്നുള്ളൊരു ആരോപണമാണ് നേരത്തെ ഉയർന്നിരുന്നത്. അപ്പോൾ അതിനാണ് ഈ താരങ്ങൾക്ക് ബന്ധം വരുന്നതെന്നുള്ളത് സംശയിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് അവരുടെ കൂടി സ്റ്റേറ്റ്മെന്റ് എടുക്കാറുള്ള അങ്ങനെ ഒരു അന്വേഷണത്തിൽ നമ്മൾ നീങ്ങുന്നു. ചില ഓർഗനൈസ്ഡ് ക്രൈം പൊതുവെ നിങ്ങൾ നോക്കിയെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ജെന്യൂൻ ആയിട്ട് കാര്യം നടത്തக்கூடிய ആൾക്കാർക്ക് എല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരു ആവശ്യമില്ല. സോ അതിനുடைய ബാക്ക്ഗ്രൗണ്ടിലാണ് ചില ഓർഗനൈസ്ഡ് ഗാങ് അവരുടെ കാര്യങ്ങൾ നടത്തി കാണും. അതിലെന്തെങ്കിലും ബന്ധമുണ്ട്, ഒരു മതിയായിട്ട് തെളിവുണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് അന്വേഷിക്കാം. എനിക്ക് വേണ്ടി ഒരാൾ വരും, അത് ഗുണ്ടാ നേതാവിനെയാണ് പറയുന്നത് അലീനയുടെ ഗുണ്ടാ നേതാവുള്ള ആരും കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങനെ വല്ലതും പോകുന്നുണ്ടോ നമ്മുടെ അന്വേഷണം? അല്ല, അത് നോക്കാം. അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ത്രെട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അത് ഒരു ഡയറക്റ്റ് ത്രെട്ടാണോ അല്ല വെയിൽഡ് ത്രെട്ടാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വിക്ടിം പ്രൊട്ടക്ഷനൊക്കെ നമുക്ക് ചെയ്യേണ്ടതാണ്. ഓപ്പൺ ത്രെട്ട് ഇല്ല വെയിൽഡ് ത്രെട്ട് ആരാണ് ചെയ്തെങ്കിൽ കൃത്യമായിട്ട് അവർക്കെതിരായിട്ട് നമുക്ക് നടപടി എടുക്കാം. അല്ല, അതിനും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വിദേശത്തിൽ ഒരാൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ കൊണ്ടുവരാം, അതുക്കുള്ള നിയമ വഴിയിലുണ്ട്. അത് കേന്ദ്രീകരിച്ചിട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ വളരെ ഇയർലിയർ സ്റ്റേജാണ്. നമുക്ക് കേസ് എടുത്തിട്ട് ഏകദേശം ഒരു 10 ദിവസമായിട്ടുണ്ട്. 3 പ്രതികൾ കിട്ടിയിട്ടുണ്ട്. വിദേശാന്വേഷണം കൃത്യമായിട്ട് നമുക്ക് ചെയ്യാം. അല്ല, സിന്ധു ഇങ്ങോട്ട് വരട്ടെ, പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. പിന്നെ നേരത്തെ ഓർഗനൈസ്ഡ് ക്രൈമും ബാക്ക്ഗ്രൗണ്ടിൽ മറ്റു കാര്യങ്ങളും മറ്റേ ആർഗൺ ട്രേഡ് കേസിൽ തന്നെ നോക്കിയാൽ അറിയും. അതായത് അവരുടെ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് ഒരാൾ മറ്റേ സ്പാവാണ്, ഒരാൾ മെഡിക്കൽ ഷാപ്പാണ്. ഇങ്ങനെ ഫ്രണ്ടിൽ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ജോലി അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ തന്നെ സ്വന്തം ചെറിയ കച്ചവടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അത് നടത്തിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഏതോ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ഇതുപോലെ റാക്കറ്റിൽ നോക്കിയാൽ ഒരു വിക്ടിം അല്ലെങ്കിൽ ഒരു വാളണ്ടിയേഴ്സ് ഉള്ള കണ്ടെത്താനുള്ളതിൽ ഒരു ലാർജ് നെറ്റ്വർക്ക് ഉണ്ടാകും. ഇതിൽ നമുക്ക് നോക്കാം. ഇത് വേറെ 2 കേസേ വന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല, അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ക്ലിയർ ആയിട്ട് വന്നെങ്കിൽ നമുക്ക് അത് നടപടിക്ക് പോകാം. അല്ല, അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് നോക്കാണ്ട്. താങ്ക് യു.